അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളോട് പണ്ടത്തെ പോലൊന്നും സ്നേഹമില്ല ഗൈസ്, ആർക്കും സ്നേഹമില്ല. നമ്മളെ കമൻറ്റ് ബോക്സിലൊന്നും ഇപ്പോൾ കമൻറ്റുകൾ വരുന്നില്ല. അയ്യോ, എനിക്ക് കാണുമ്പോൾ തന്നെ വിഷമമാവുമായിരുന്നു കേട്ടോ. കമൻറ്റുകൾ കുറേ പേര് നമുക്ക് കമൻറ്റ് അയച്ചു തരുന്നതാണ് സ്ഥിരമായിട്ട്. ഇപ്പോൾ അവരുടെ കമൻറ്റുകളൊന്നും കാണാനില്ല. അത് കാരണം ഭയങ്കര സങ്കടം. ഞാൻ എന്നിട്ട് പണ്ടത്തെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നോക്കിയതിൽ കമൻറ്റൊക്കെ നോക്കിയാൽ പക്ഷേ എത്രയോ ആൾക്കാരെന്നറിയോ കമൻറ്റ് അയക്കാത്തത്. എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻ്റ് ആക്കിയിട്ട് കാണുമ്പോഴും നമുക്കത് വായിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് വീഡിയോ ഇടാനും നല്ല നല്ല വീഡിയോസ് എടുക്കാനും ഒക്കെ നമുക്ക് തോന്നുക നിങ്ങളുടെ കമൻറ്റുകളാണ്. അപ്പോൾ കമൻ്റൊക്കെ അയക്കണേ. പിന്നെ വീഡിയോ ഇപ്പോൾ ഇഷ്ടമാവണില്ല തോന്നുന്നുണ്ടല്ലേ, ആർക്കും അങ്ങനെ അങ്ങോട്ട് എന്തോ ഒരു ഇതുപോലെ തോന്നുന്നുണ്ട്, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നൊരു സംശയം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അയക്കണം കേട്ടോ. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണ്ടേ. നിങ്ങളൊക്കെ തന്നെയല്ലേ പറഞ്ഞു തരും. കാണുമ്പോഴല്ലേ അറിയുള്ളൂ എന്താണ് പ്രശ്നങ്ങൾ എന്നുള്ളതും എന്താണ് നമ്മുടെ വീഡിയോയിലുള്ള പോരായ്മകൾ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ പറഞ്ഞാലല്ലേ എനിക്ക് അറിയുള്ളൂ. അപ്പോൾ ഒന്ന് പറഞ്ഞു തന്നിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് പരിപ്പും പപ്പായ ഉണ്ടല്ലോ, ഓമക്കായ, അവിടെ ഓമക്കായ എന്നിട്ട് പറയാം. ഓമക്കായയും കൂടിയിട്ട് കുത്തി കാച്ചിട്ടുള്ള കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പരിപ്പൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുത്തി കാച്ചിയ കറി ആയതുകൊണ്ട് തന്നെ കുറച്ചധികം പരിപ്പ് വേണം കേട്ടോ. തേങ്ങ അരച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര പരിപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തുണ്ട്. ഒത്തിരി വെള്ളം കുറവായിരുന്നപ്പോൾ തുള്ളി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി എടുക്കുക കേട്ടോ. ഒരു വിസിലും കൂടി അടിച്ചെങ്കിൽ സംഭവം കരിഞ്ഞു പോയിരുന്നു, അടി പിടിച്ചു പോയായിരുന്നു. ഭാഗ്യത്തിന് ഞാൻ ഓഫ് ചെയ്തു ഗ്യാസ്, അത് കാരണം രക്ഷപ്പെട്ടു. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഓമക്കായൊക്കെ ഞാൻ കഴുകി നുറുക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓമക്കായ എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞങ്ങൾ പാടത്തേക്കൊക്കെ പോയില്ലേ, അപ്പോൾ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഒരു വീട്ടിൽ നിന്ന് ശില്പ പൊട്ടിച്ചതാട്ടോ. അവരുടെ ആരോടെ വീടെ തന്നെ തോന്നുന്നുണ്ടത്. അപ്പോൾ അവിടെ നിന്ന് പൊട്ടിച്ചതാണ്. ഒരെണ്ണം തന്നെ പൊട്ടിച്ചുള്ളൂ. അത് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് പകുതിച്ചെടുത്തു. അത് മതിയല്ലോ, നമുക്ക് അത്ര തന്നെ വേണ്ട കേട്ടോ. അവർ ഇന്നലെ മുതിരൊക്കെ ഇട്ടിട്ട് ഉപ്പേരി വെച്ച്, ഞാൻ പരിപ്പിട്ടിട്ട് കറിയും വെച്ചു കേട്ടോ. അപ്പോൾ അത് തരിയായി പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കൊരു വിസിലും കൂടി അടുപ്പിക്കാം. അപ്പോഴത്തേനും നമ്മുടെ ഓമക്കായൊക്കെ വെന്ത് കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് ഉള്ളിയും മുളകും കുത്തി തൂമിക്ക് തന്നെ വേണ്ട. ഉള്ളിയും മുളകും നമ്മൾ മിക്സിയിലിട്ടിട്ട് ചെറുള്ളിയും വറ്റൽമുളകും കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് തൂമിച്ചെടുക്കുക കേട്ടോ. എത്ര പരിപാടിയുള്ളോ പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടോ നമ്മുടെ ഓമക്കായൊക്കെ വെന്ത് സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. ഇത് എപ്പോഴെങ്കിലൊക്കെ ഈ കറി കൂട്ടിയിട്ട് ചോറ് വയ്ക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കറി വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കി നോക്ക്, നല്ല രസമാണ്. നമ്മുടെ വീട്ടിലൊക്കെ ആദ്യം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഓമക്കായ, ചെമ്മിൻ്റെ പട്ട, കൊള്ളി, പിന്നെ ഇരുമ്പാമ്പുളിയും പരിപ്പ്, എപ്പോഴെങ്കിലൊക്കെ മീൻ മേടിക്കുള്ളൂ. അന്നൊക്കെ ഭയങ്കര ഇടങ്ങേറും ബുദ്ധിമുട്ടൊക്കെ ഉള്ള കാലങ്ങളല്ലായിരുന്നു. മുരിങ്ങയുടെ ഇല അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടത്തെ കാലങ്ങൾ. അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും സങ്കടം തന്നെ കേട്ടോ. എൻ്റെ ഉപ്പ പണിക്ക് പോണ സമയത്തൊക്കെ നല്ലോണം കുഴപ്പമില്ലാത്തൊരു ജീവിതമായിരുന്നു എന്നൊക്കെ പറയുന്നിട്ടുണ്ട്. പിന്നെ ഉപ്പില്ലാണ്ടായിട്ടുള്ള അവിടെ നിന്നുള്ള ജീവിതം വരക തുല്യം തന്നെയായിരുന്നു. പക്ഷെ ഉമ്മാനെ കൊണ്ട് പറ്റാവുന്നിടത്തോളം എൻ്റെ ഉമ്മ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഉമ്മ മാത്രമല്ല ഞങ്ങളെല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, കുടുംബം മുന്നോട്ട് പോകാനും എന്താ പറയുക, ഞങ്ങളെ പെൺകുട്ടികളെ തന്നെ കല്യാണം കഴിച്ച് പോകാനും എല്ലാവരും നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഉമ്മയോടൊപ്പം ഞങ്ങളും വളർന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ 9 വയസ്സ് 10 വയസ്സൊക്കെ ഉള്ളപ്പോഴേ എൻ്റെ ഉമ്മയുടെ കൂടെ പുല്ലരിയാനും പാൽ കൊണ്ട് കൊടുക്കാനും ഒക്കെ പോയിട്ട് മര്യാദയ്ക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അത് കാരണം നമുക്ക് ഇന്ന് പണിയെടുക്കാനൊന്നും മടിയില്ല. പക്ഷെ ഇപ്പോൾ ഒന്നും നമ്മുടെ വീട്ടിൽ പണിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലത്തെ പണികളൊക്കെ ചെയ്തിട്ട് മിണ്ടാതിരിക്കാം. പക്ഷേ നമുക്കൊരു വീടും എന്താ പറയുക സ്ഥലങ്ങളൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആടിനെ വളർത്താം, കോഴീനെ വളർത്താം, കാടേനെ വളർത്താം. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷെ ഇപ്പോൾ നമുക്ക് അതിനൊന്നും പറ്റില്ലല്ലോ. അപ്പം ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴേക്കും അങ്ങനെയൊക്കെ തോന്നാറുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊന്നും പറ്റില്ല. പിന്നെ ഒരു പ്രാവശ്യം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ചട്ടി മാറ്റിക്കൂടെ? ഈ ചട്ടി മാറ്റാൻ എനിക്ക് തോന്നണില്ല കേട്ടോ. ഈ ചട്ടി ഒരുപാട് വർഷം പഴക്കമുള്ള ചട്ടിയാണ്. നമുക്ക് അങ്ങനെയാണല്ലോ, ചില പാത്രങ്ങൾ എത്ര പഴകിയാലും പൊട്ടി പൊടിഞ്ഞാലും നമുക്കതങ്ങോട്ട് ഉപേക്ഷിക്കാൻ തോന്നില്ല. അങ്ങനത്തെ ഒരു പാത്രം കേട്ടോ അത്, ചീഞ്ചട്ടി. അതൊക്കെ ഉപേക്ഷിക്കാൻ തോന്നണില്ല. അപ്പം നമ്മുടെ കറിയൊക്കെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഉണക്കമീൻ വറുത്തതും ഈ കറിയും കൊണ്ടാട്ട മുളക് പൊരിച്ചതൊക്കെ ആയിരുന്നു ഇന്നത്തെ നമ്മുടെ. പിന്നെ കൂർക്കപ്പേരി കുറച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ ചൂടാക്കിയിട്ട് ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ചു കേട്ടോ. പിന്നെ ഞാൻ ഇപ്പം ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പച്ചക്കടല മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നാളെ വടക്കാഞ്ചേരി പോയപ്പോൾ പച്ചക്കടല മേടിച്ചു. ഞാൻ നാളെ പറഞ്ഞില്ലേ അവിൽ മിൽക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ,
അപ്പോൾ പച്ചക്കടല വേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കടല എടുത്തിട്ട് ഒന്ന് കഴുകിയിട്ട് നമ്മളൊന്ന് ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ. നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഉപ്പിട്ടിട്ട് ഒന്ന് വേവിക്കുക, പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം കഴുകുക ഒന്ന്, എന്നിട്ട് ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. 2-3 വിസിലടിക്കുമ്പോഴേക്കും വെന്ത് കിട്ടും നമുക്ക്. എൻ്റെ കുക്കറിലൊരു 4 വിസിലൊക്കെ അടിച്ചപ്പോഴാട്ടോ വെന്തിട്ടുള്ളൂ. അപ്പോൾ നല്ല വെയിറ്റുള്ള കുക്കറൊക്കെ ആണെങ്കിൽ 2 വിസിൽ കൊണ്ട് വെന്ത് കിട്ടും. അപ്പോൾ എൻ്റെ കുക്കർ വെയിറ്റ് കുറവാണ്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തതിന് ശേഷം നമ്മളിതിൽ കുറച്ച് വെജിറ്റബിളൊക്കെ അരിഞ്ഞിട്ടിട്ട്, കുക്കമ്പർ, തക്കാളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞിട്ടിട്ട് നമ്മളൊന്ന് സാലഡ് പോലെ ഉണ്ടാക്കും. അടിപൊളിയാണ് കേട്ടോ. ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്ക്. നല്ല ടേസ്റ്റ് ആട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുത്താൽ അടിപൊളിയാണ്. കുട്ടികളൊക്കെ ഇരുന്ന് കഴിക്കുകയും ചെയ്യും കേട്ടോ. അതിൽ പിന്നെ ഒന്നുമില്ല, ഒന്നല്ലെങ്കിൽ സുർക്ക കുറച്ച് ഒഴിക്കുക, അല്ലെങ്കിൽ ചെറുനാരങ്ങ ഒഴിക്കുക, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് ആ കടല വേവിച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. അപ്പം ഇനി ഇതിൽ വേണമെങ്കിൽ ഇനി കാബേജ് ചേർക്കാം, ഒക്കെ ചേർക്കാം കേട്ടോ. ഞാൻ തക്കാളി, കുക്കമ്പർ, ഒരു സവോള അങ്ങനെയൊക്കെ ചേർത്തിട്ടുള്ളൂ. അതന്നെ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ വിനാഗിരി കുറച്ച് ഒഴിച്ചു കൊടുത്തു, കുറച്ച് കുരുമുളക് പൊടി ഇട്ടു. കുരുമുളക് പൊടി ഇടുന്നത് ഇതിൽ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ക്യാമറ ഓഫ് ആയതിന് ശേഷം ഇട്ടേക്കണത്. അത് ടേസ്റ്റ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് കുരുമുളക് പൊടി ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ തരി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ നന്നായി കഴിച്ചു. ഒരു TV കാണാതിരിക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ. നമ്മുടെ വീഡിയോയ്ക്ക് കണ്ടന്റ് ഇല്ലാത്ത കാരണം തോന്നുന്നുണ്ടല്ലോ നിങ്ങൾക്കൊന്നും ഇഷ്ടമില്ലാത്തത്. അങ്ങനെ അപ്പോൾ നമുക്ക് വരും നല്ല നല്ല കണ്ടന്റുകളൊക്കെ വരാതിരിക്കണുള്ളൂ മക്കളെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാണ്ട്. ചൂടോടെ തന്നെ ഞാൻ നമ്മുടെ കടല അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത്തിരി കൂടി വലിയ പാത്രമാണെങ്കിൽ നമുക്കിങ്ങനെ അത് വെച്ചിട്ട് ഇങ്ങനെ ചേറി മിക്സ് ചെയ്യാം. ചെറുതായ കാരണം എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ അങ്ങനെ തന്നെ മിക്സ് ചെയ്തത്. എന്നിട്ട് ഞാനൊരു പാത്രത്തിലാക്കി അടച്ച് കുലുക്കിയിട്ട് ആ മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ചപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് കഴിച്ചിട്ട് ഇന്ന് അധികകാരം ഇവർക്ക് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കടലല്ലേ കഴിക്കുന്നത്, നല്ലതല്ലേ കടല കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വ്ളോഗും ഒക്കെ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ഇഷമോളോട് ഇന്നലെ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഷമോളൊരു ഹായ് പറഞ്ഞേ. ഇഷമോളനെ കൊണ്ട് ഞാനൊരു പാട്ട് പാടിക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ 10 മണി കഴിഞ്ഞു. ഇനി ഇവള് പാടുമോ എനിക്ക് തോന്നിയിട്ടില്ല. അത് കാരണമാണ് കേട്ടോ പാട്ട് പഠിക്കാത്തത്. നാളെ എന്തായാലും ഇവളെ കൊണ്ട് ഒരു പാട്ട് പഠിപ്പിക്കാം കേട്ടോ. അപ്പോൾ നാളെ വരാം. അതൊരിക്കലും